നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. 3 മുറി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ മോഷണം. പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും CCTVയുടെ DVRകൾ അടക്കമുള്ള സാമഗ്രികളും കവർന്നു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPMലെ ഷാൻഡോ കൈതാരത്തിനെ തെരഞ്ഞെടുത്തു. KV ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സംസ്ഥാനത്ത് നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം ഇതുവരെ തുടങ്ങിയില്ല. കുടിവെള്ള ജലസേചന പദ്ധതികൾ പ്രവർത്തനം അവതാളത്തിൽ. കച്ചേരിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള ഭരണാനുമതി ലഭിച്ചതായും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും KK രാമചന്ദ്രൻ MLA. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. വിശദമായ വാർത്തകളിലേക്ക്. 3 മുറിയിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ മോഷണം. പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും CCTVയുടെ DVRകളും അടക്കമുള്ള സാമഗ്രികൾ നഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഷോപ്പിലെ CCTVയുടെ DVR മോഷ്ടാവ് കൊണ്ടുപോയി. 3 ഓട്ടോമാറ്റിക് വാലറ്റുകളാണ് ഷോപ്പിലുള്ളത്. ഇതിലെ 2 എണ്ണത്തിൽ നിന്നുമാണ് പണം എടുത്തത്. ഒരു വാലറ്റ് തുറക്കാൻ സാധിക്കാത്തതിനാൽ മോഷ്ടാവ് ഓട്ടോമാറ്റിക് വാലറ്റും കൊണ്ടുപോയിട്ടുണ്ട്. 6000 രൂപയുടെ ചില്ലറ പൈസകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടില്ല. ഷോപ്പിന്റെ പുറകിലെ ഗോഡൌണിലെ ഷീറ്റ് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഷട്ടർ പൊളിച്ച് അകത്ത് കടക്കുവാനും ശ്രമം നടത്തിയിട്ടുണ്ട്. 2 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിലയിരുത്തൽ. വെള്ളിക്കുളങ്ങര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPMലെ ഷാൻഡോ കൈതാരത്തിനെ തെരഞ്ഞെടുത്തു. LDFലെ ധാരണപ്രകാരം CPIയിലെ KV ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി ഷാൻഡോ കൈതാരത്തിന് 14 വോട്ടുകൾ ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി BJPയിലെ ഗീതാ ജയന് 4 വോട്ടുകൾ ലഭിച്ചു. തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ മധുസൂദനൻ വരണാധികാരിയായിരുന്നു. 23 അംഗ ഭരണസമിതിയിലെ UDF പക്ഷത്തുള്ള 5 പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ഷാൻഡോ മനുഷ്യാവകാശ പ്രവർത്തകനായ ജോയ് കൈതാരത്തിന്റെ മകനാണ്. വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം ഇതുവരെ തുടങ്ങിയില്ല. കുടിവെള്ള ജലസേചന പദ്ധതി പ്രവർത്തനം അവതാളത്തിൽ. വരൾച്ച ഭീതിയിൽ കാർഷിക മേഖല. കുറുമാലിപ്പുഴയിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ചെങ്ങാലൂർ കുണ്ടുകടവ് ചിറ, കരയാമ്പാടത്തെ തോട്ടുമുഖം, കന്നാറ്റുപാടത്തെ കാരികുളം, മാഞ്ഞൂർ വാസുപുരം കടവുകളിലെ മൺചിറകളാണ് ഇനിയും പണി ആരംഭിക്കാത്തത്. സാധാരണ ഡിസംബർ മാസത്തിൽ പൂർത്തിയാകുന്ന ചിറകൾ ജൂൺ മാസത്തിൽ മഴ ശക്തമാകുന്നതോടെ സ്വയം തകരുകയാണ് പതിവ്. പുഴയിലെ വെള്ളം നിയന്ത്രിക്കുന്നതിന് വർഷം തോറും പണിയുന്ന താൽക്കാലിക മൺചിറകളാണ് ഇതുവരെ നിർമ്മിക്കാത്തത്. പുഴയിൽ മണൽച്ചാക്കുകൾ നിരത്തി മുകളിൽ മണ്ണിട്ടാണ് ചിറകൾ പണിയുന്നത്. കാലവർഷം ശക്തമാകുമ്പോൾ ചിറകൾ താനെ പൊട്ടുന്ന വിധത്തിലാണ് മൺചിറകളുടെ നിർമ്മാണം. ജില്ലയിലെ 13,000 ഹെക്ടർ കോൾപ്പാടങ്ങൾ ആശ്രയിക്കുന്നത് ചിമ്മിനി ഡാമിലെ വെള്ളത്തെയാണ്. ചിമ്മിനി ഡാമിൻ്റെ പ്രധാന ജലവിതരണ മാർഗമാണ് കുറുമാലിപ്പുഴ. വേനലിൽ വെള്ളം നിയന്ത്രിച്ച് കോൾ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം എത്തിക്കുന്നതിനും മേഖലയിലെ കാർഷിക ജലസേചനം സുഗമമാക്കുന്നതിനുമാണ് ഇറിഗേഷൻ വകുപ്പ് പുഴയിൽ മൺചിറകൾ നിർമ്മിക്കുന്നത്. പുഴവെള്ളം ചിറകെട്ടി തടയുന്നതോടെ ചിമ്മിനി, വരന്തരപ്പള്ളി, പുതുക്കാട്, മാഞ്ഞാംകുഴി ഷട്ടർ വരെയുള്ള പ്രദേശങ്ങളിലെ കാർഷിക ജലസേചന ആവശ്യങ്ങൾക്കും പരിഹാരമാകാറുണ്ട്. എന്നാൽ ഇത്തവണ ചിറ നിർമ്മാണം നടക്കാത്തതിനാൽ മേഖലയിൽ വരൾച്ചാ ഭീഷണി ശക്തമാണ്. കുറുമാലിപ്പുഴയിലെ നിരവധി ജലസേചന പദ്ധതികൾ പ്രവർത്തനം നിലയ്ക്കുമെന്ന സ്ഥിതിയുമുണ്ട്. കാർഷിക മേഖലയായ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കർഷകരാണ് കൂടുതലും ദുരിതം അനുഭവിക്കുന്നത്. ചിറ കെട്ടുന്നതോടെ തോടുകളിലൂടെയും കാനകളിലൂടെയും എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് വേനൽക്കാലത്തെ കൃഷി. എന്നാൽ ചിറ നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ വെള്ളമില്ലാതെ കരയാമ്പാടം പാടശേഖരത്തിലെ 100 കണക്കിന് ഹെക്ടർ നെൽകൃഷിയും കാർഷിക വിളകളും ഉണക്ക് ഭീഷണിയിലാണ്. വരന്തരപ്പള്ളി, മറ്റത്തൂര്,
പുതുക്കാട് പഞ്ചായത്തുകളുടെ കുടിവെള്ള സ്രോതസ്സും അതുപോലെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലസേചന സൗകര്യങ്ങളും കൂടി മെയിൻ ഇത് ഈ കുറുമാലിപ്പുഴയാണ്. കുറുമാലിപ്പുഴയിൽ ഉള്ള ചിറകൾ, മൺചിറകൾ ഈ അടുത്ത കാലം വരെ ഇങ്ങനൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. കെട്ടാതെ ഈ ഡിസംബർ ലാസ്റ്റ് വരെ കെട്ടിയിരുന്നതാണ് എല്ലാ കൊല്ലം. പക്ഷേ ഇത്തവണ മാത്രം അത് ഇല്ല. അത് തന്നെയല്ല, ചെമ്മിണി ഡാമിലത്തെ വെള്ളം ഇങ്ങനെ തുറന്ന് ഊറ്റി വിട്ടിരിക്കുകയാണ്. ഇനി അത് നിൽക്കുമ്പോൾ ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊന്നും കുടിവെള്ളം വരെ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോക്ക്. ഡാം വറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം ഈ ഭാഗത്തൊന്നും കിട്ടാനൊരു മാർഗം ഉണ്ടാവില്ല. കാലങ്ങളായി തോട്ടുമുഖം മൺചിറ കെട്ടാറുള്ളത് കൊണ്ട് ഈ കൊല്ലം ഇത്രയും ഫെബ്രുവരി 22 ആയിട്ടും ചിറ കെട്ടാത്തതിൻ്റെ വളരെ വലിയ ദുഃഖത്തിലാണ് ഇവിടുത്തെ കൃഷിക്കാർ. ഈ ചിറ കെട്ടി വെള്ളം നിന്നിട്ട് വേണം ഞങ്ങൾക്ക് ലിഫ്റ്റ് ഇറിഗേഷനും കുടിവെള്ളവും, ആൾക്കാർക്ക് കുടിവെള്ളം, നെൽകൃഷി, വാഴ, ജാതി, തെങ്ങ്, അടയ്ക്കാമരം ഇതിനൊക്കെ സ്രോതസ് ഈ ചിറ കെട്ടിയിട്ട് ഇതിൽ നിന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ മുഖേന വെള്ളം അടിച്ചിട്ടാണ് കരയാമ്പാടം, നോർത്ത് കനാൽ, സൗത്ത് കനാലിൽ കൂടെ വെള്ളം വിടുന്നത്. അതിപ്പോൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളവർക്ക് കുടിവെള്ളം വരെ മുട്ടിപ്പോകും. വർഷം തോറും വലിയ തുക ചെലവഴിച്ചാണ് പുഴയിൽ താൽക്കാലിക തടയണകൾ പണിയുന്നത്. ഏനാമാവ് ബണ്ട് കെട്ടുന്നതിൽ സംഭവിച്ച കാലതാമസമാണ് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത്. ഇതുമൂലം കഴിഞ്ഞ 22 ദിവസമായി ചിമ്മിനി ഡാം തുറന്ന് വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കോൾപ്പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയാണ് ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ കാരണം. എന്നാൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഇറിഗേഷൻ അധികൃതരുടെയും അനാസ്ഥയാണ് ചിറ നിർമ്മാണം വൈകാൻ കാരണമെന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് മെമ്പർ VB അരുൺ ആരോപിച്ചു. ഈ വരന്തരപ്പള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ്. കാരണം ഇവിടുത്തെ 60% ആളുകൾ ഉപജീവനത്തിനായിട്ട് കൃഷിയെ അനുബന്ധിച്ചാണ് ജീവിക്കുന്നത്. സാധാരണ ഡിസംബർ 26 വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 3 തടയണകളും കെട്ടിക്കഴിയാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനാസ്ഥ എന്ന് തന്നെ പറയണം. 2 മാസം കഴിഞ്ഞിട്ടും, ഏകദേശം ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി 25 അടുത്തായിട്ടും ഇതുവരെയായിട്ടും തടയണകൾ നിർമ്മിക്കാനുള്ള ഒരു പരിപാടി പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ എല്ലാ കർഷകരും വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ആയിരക്കണക്കിന് വാഴകളാണ് ഓരോ കർഷകൻ്റെയും ഉണങ്ങി അവരുടെ കൃഷിയിടങ്ങളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായിട്ട് ജില്ലാ ഭരണകൂടം ഇതിൽ ഇടപെടണമെന്നാണ് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൂർത്തിയാകേണ്ട ചിറകൾ ഫെബ്രുവരി അവസാനമായിട്ടും പൂർത്തിയാകാത്തതിനാൽ വേനൽ ശക്തമാകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൊടും വരൾച്ചയായിരിക്കും കാത്തിരിക്കുന്നത്. NCTV പുതുക്കാട്. സംസ്ഥാനത്ത് നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂർ, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് താപനില മുന്നറിയിപ്പുള്ളത്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത എന്നാണ് അധികൃതർ അറിയിച്ചത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കച്ചേരിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള ഭരണാനുമതി ലഭിച്ചതായും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും KK രാമചന്ദ്രൻ MLA അറിയിച്ചു. 1.67 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതിയാണ് ലഭിച്ചത്. ഇത് സംബന്ധിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവിറങ്ങി. നേരത്തെ 490 ലക്ഷം രൂപ ചെലവിൽ കച്ചേരിക്കടവ് പാലം നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ അപ്രോച്ച് റോഡ് നിർമ്മാണം സാധ്യമല്ലാത്ത നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥലം ലഭ്യമാക്കി സ്ഥലമുടമകൾക്ക് പണവും വിതരണം ചെയ്തു. എത്രയും വേഗം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം കൂടി പൂർത്തീകരിച്ച പാലം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് MLA അറിയിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, അളഗപ്പനഗർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, വാർഡംഗം ദിനിൽ പാലപ്പറമ്പിൽ, SSK ജില്ലാ ഓഫീസർ ഡോക്ടർ NJ ബിനോയ്, കൊടകര BPC VB സിന്ധു, PTA പ്രസിഡന്റ് സോജൻ ജോസഫ്, പ്രിൻസിപ്പൽ PX റോയ് തോമസ്, പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. 25 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളങ്ങിൽ സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു.
കേരള കർഷക സംഘം പറപ്പൂക്കര മേഖലാ സെക്രട്ടറി ഷാജു കോമ്പാറക്കാരൻ അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം AG രാധാമണി, ലോക്കൽ സെക്രട്ടറി PR രാജൻ, കർഷക തൊഴിലാളി മേഖലാ സെക്രട്ടറി ദിനേശ് വെള്ളപ്പാടി എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 24-ന് കണ്ണൂരിൽ നടക്കുന്ന ആദിവാസി ദളിത് വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്ന ജില്ലയിലെ 15 പ്രതിനിധികൾക്ക് യാത്രയയപ്പ് നൽകി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന യാത്രയയപ്പ് യോഗം KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത സുധാകരൻ, അശ്വതി വിബി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ EK സദാശിവൻ, അൽജോ പുളിക്കൻ, ടെസ്സി ഫ്രാൻസിസ്, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ C ഹെറാൾഡ് ജോൺ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സവിത P ജോയ് എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തെരഞ്ഞെടുക്കപ്പെട്ട 15ഓളം പേരാണ് ജില്ലയിൽ നിന്നും മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ബിജിത വേണുവിനെ തൃക്കൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് അംഗങ്ങളുടെ യോഗത്തിൽ വെച്ച് ആദരിച്ചു. പാലിയേറ്റീവ് വോളണ്ടിയർ കൂടിയായ ബിജിതയെ തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അനുമോദിച്ചു. ആരോഗ്യ പ്രവർത്തകർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഹൈദരാബാദ് ഗച്ചിബൌളി ബാലയോഗി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 800 മീറ്ററിൽ വെള്ളിയും 4x400 മീറ്റർ റിലേയിൽ സ്വർണവുമാണ് കല്ലൂർ ആദൂർ സ്വദേശിനിയായ ബിജിത നേടിയത്. പട്ടികജാതി പട്ടികവർഗക്കാരെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചുവെന്നാരോപിച്ച് PKS കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രകടനം നടത്തി. പൊതുയോഗം ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. PV മണി, അമ്പിളി സോമൻ, PK രാജൻ, PC സുബ്രൻ, KK ഷാജു, വിജിത ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ കൃഷിഭവനിലെ 37 വർഷത്തെ സേവനത്തിന് ശേഷം ആരോഗ്യവകുപ്പിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച് മാറിപ്പോകുന്ന പാർട്ട് ടൈം സ്വീപ്പർ KK റൂബിക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, ബ്ലോക്ക് അംഗം മിനി ഡെന്നി, ADA ഇൻചാർജ് PR കവിത, പഞ്ചായത്ത് സെക്രട്ടറി ദിനേശ്, കൃഷി ഓഫീസർ ദീപ ജോണി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KJ ഷാബു, കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ ലിഷ, ഷീന, ആതിര, ജനപ്രതിനിധികളായ കപിൽ രാജ്, KH ഹനിത, ഷീബ നികേഷ്, മായ രാമചന്ദ്രൻ, മോഹനൻ തൊഴുക്കാട്ട്, മേഴ്സീസ് കറിയ, സൈമൺ നമ്പാടൻ, അജീഷ് മുരിയാടൻ, അനു പനങ്കൂടൻ എന്നിവർ പ്രസംഗിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര പ്രതിനിധികൾ, പച്ചക്കറി ക്ലസ്റ്റർ അംഗങ്ങൾ, കാർഷിക സൗജന്യ വൈദ്യുതി പദ്ധതി ഭാരവാഹികൾ, ഭൂമിക കൃഷിക്കൂട്ട ഭാരവാഹികൾ, മറ്റു കർഷകർ എന്നിവരും സന്നിഹിതരായിരുന്നു. വൃക്കരോഗിയായ പുത്തനോടി സ്വദേശി ഷിഹാബിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് ബ്രദേഴ്സ് കുണ്ടായി വാട്സ്ആപ്പ് കൂട്ടായ്മ അംഗങ്ങൾ 1,10,000 രൂപ സമാഹരിച്ച് നൽകി. കൂട്ടായ്മ പ്രതിനിധികളായ TS സജീവൻ, CU നാസർ, ബാബു കൂനാമ്പുറത്ത് എന്നിവർ ചേർന്ന് ചികിത്സാ സഹായ സമിതി ചെയർപേഴ്സൺ ഗീത ജയൻ, കൺവീനർ TK അസൈൻ, ട്രഷറർ ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർക്ക് തുക കൈമാറി. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന MD ജോർജ് അനുസ്മരണ സമ്മേളനം ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച സംഘടിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് സൊസൈറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റിയുടെ മീറ്റിംഗ് ഹാളിനെ MD ജോർജ് മെമ്മോറിയൽ മീറ്റിംഗ് ഹാൾ എന്ന ചടങ്ങിൽ നാമകരണം ചെയ്യും. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവർ സന്നിഹിതരാകും. ആമ്പല്ലൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മണ്ണമ്പേട്ട ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. പ്രസിഡന്റ് PO ജോൺസൺ അധ്യക്ഷത വഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 999 599080 എന്ന നമ്പറിലോ 9809143906 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ദേശീയ മാധ്യമ സെമിനാർ സംഘടിപ്പിക്കും. ശശി തരൂർ MP സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മാധ്യമ ചരിത്രാവലോകനം ചെയ്തുകൊണ്ട് അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ സ്ഥാപക മാനേജർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷത വഹിക്കും. പുതുക്കാട് ചെറുവാൾ റോഡിലെ കേളിത്തോടിന് കുറുകെയുള്ള കേളിത്തോട് പാലത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകുന്നേരം 5-ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും.
കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള 14 ഇടങ്ങളിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ സംരംഭകരാകാൻ അപേക്ഷ ക്ഷണിച്ചു. ഫെബ്രുവരി 29 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ www.akshaya.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723868009. കല്ലേറ്റുകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ഇൻ ഫിസിക്സ് തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത MSc ഫിസിക്സ് ആണ്. B.Ed അഭികാമ്യം. താല്പര്യമുള്ളവർ ഈ മാസം 26-ന് 10 മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിനായി കോളേജിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0482272076 എന്ന നമ്പറിലോ 9747409633 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. തൃശൂരിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ റേഡിയോ തെറാപ്പി വിഭാഗത്തിൽ ലെക്ചറർ അസിസ്റ്റന്റ് പ്രൊഫസർ റേഡിയേഷൻ ഫിസിക്സ് തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഫിസിക്സ് 2ാം ക്ലാസ് ബിരുദമാണ്. റേഡിയോളജിയിൽ ഫിസിക്സിൽ 1 വർഷത്തെ പരിശീലനം അല്ലെങ്കിൽ റേഡിയേഷൻ ഫിസിക്സ്, മെഡിക്കൽ റേഡിയേഷൻ ഫിസിക്സ്, മെഡിക്കൽ ഫിസിക്സ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം. ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്നുള്ള RSO ലെവൽ 3 സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484231244 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5750 രൂപയും പവന് 46,000 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് പാഴായി മേപ്പുള്ളി മണി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജേഷ്, രതീഷ് എന്നിവർ മക്കളും പ്രീമ, ധന്യ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ മുട്ടിത്തടി പള്ളിവളപ്പിൽ വീട്ടിൽ പരേതനായ സുബ്രഹ്മണ്യൻ ഭാര്യ ജാനകി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8-ന് വടൂക്കര ശ്മശാനത്തിൽ. സുരേന്ദ്രൻ, സുധീർ, സരോജിനി, ശാന്ത, ഓമന എന്നിവർ മക്കളും ശോഭന, സരിത, ചന്ദ്രൻ, രാജൻ, പരേതനായ ശിവൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. 3 മുറി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ മോഷണം. പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും CCTVയുടെ DVRകൾ അടക്കമുള്ള സാമഗ്രികളും കവർന്നു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPM-ലെ ഷാൻഡോ കൈതാരത്തിനെ തെരഞ്ഞെടുത്തു. KV ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സംസ്ഥാനത്ത് നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം ഇതുവരെ തുടങ്ങിയില്ല. കുടിവെള്ള ജലസേചന പദ്ധതികൾ പ്രവർത്തനം അവതാളത്തിൽ. കച്ചേരിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള ഭരണാനുമതി ലഭിച്ചതായും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും KK രാമചന്ദ്രൻ MLA. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.